എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാനും പോപ്പോയും കല്യാണം കഴിഞ്ഞിട്ട് യാത്ര പോയൊരു കഥയാണ് കേട്ടോ. എല്ലാവരുടെയും നല്ല ഒരുവിധം ചില വീടുകളിൽ പറയുന്ന പോലെ പണ്ട് കല്യാണത്തിന് മുമ്പ് വീട്ടിൽ ഞാൻ ചോദിക്കും, ഞാൻ ട്രിപ്പിന് പൊക്കോട്ടെ. അന്നേരം പറയും, കല്യാണം കഴിഞ്ഞിട്ട് നീ അവൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും പൊക്കോ, ഞങ്ങളാരും ചോദിക്കാനും പറയാനും വരുന്നില്ല. ഇതായിരുന്നു പൊതുവേ എൻ്റെ കൊല്ലംകാരിയായ അമ്മയുടെ സ്ഥിരം ഡയലോഗ്. അങ്ങനെ ആശിച്ച് മോഹിച്ച് ഞാൻ ഒരു കല്യാണം കഴിച്ചു. അതും എൻ്റെ ഉറ്റ സുഹൃത്ത്. പണ്ടേ മോട്ടിവേഷൻ തന്ന് കുഴി ചാടിക്ക ഇവൻ എടുക്കനാ, പല അനുഭവമുണ്ട്. പക്ഷെ ഞാൻ പഠിക്കത്തില്ല. ഇവൻ അന്നേരം പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇയാൾ പറയുന്നത് എവിടെ വേണമെങ്കിലും നമ്മൾ പോവടേന്ന്. കല്യാണം കഴിഞ്ഞ് ഇല്ല വിരുന്നുണ്ട്, എൻ്റെ ലീവ് അങ്ങ് തീർന്നു. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അടുത്ത വട്ടം വരുമ്പോൾ ആകും വീണ്ടും ഇതേ അവസ്ഥ. അടുത്ത വട്ടം ആവും അപ്പം ഗർഭിണിയായി. അടുത്ത വട്ടം കുഞ്ഞുണ്ട്, എങ്ങനെ പോവടെ. ഇങ്ങനെ നീണ്ട് കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം ഒരു 50 ലക്ഷം തവണ ഇവനോട് ഞാൻ പരാതി പറഞ്ഞു പോയി. ഇപ്പം നിങ്ങൾ ചോദിക്കും, നിനക്കെന്തിനാ അവനോട് പരാതി പറഞ്ഞു, നിനക്ക് ഒറ്റയ്ക്ക് പൊക്കൂടായോ എന്ന്. ഒറ്റയ്ക്ക് ഇപ്പോൾ യാത്രയൊക്കെ പോകാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ അത് എല്ലാം ഒന്നും പോകണം എന്നില്ല. ചിലപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടം കണക്കല്ലേ. എനിക്ക് കൂടുതലും ആരുടെയെങ്കിലുമൊക്കെ കൂടെ പോകാനാണ് ഇഷ്ടം. അതും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ കൂടെ. അത് ഏറ്റവും ബെസ്റ്റ് ഇവന്. അങ്ങനെ ഇവൻ എൻ്റെ ആ വെറുപ്പേര് സഹിച്ച് എന്നെ കൊണ്ടുപോയത് 900 കണ്ടി എക്കോ പാർക്കിൽ കേട്ടോ. ശരിക്കും സൂപ്പറായിരുന്നു. ഇത് സുനുവും അവൻ്റെ അനിയനും അവരുടെ വീട്ടിലാണ് വയനാട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഞങ്ങളുടെ ഫ്രണ്ടാണ്. എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടു 5 വർഷങ്ങൾക്ക് ശേഷം. അതായത് ഞാൻ കല്യാണം കഴിക്കുന്ന 28ാമത്തെ വയസ്സിലാണ്. അപ്പം ഏകദേശം 33ാമത്തെ വർഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ യാത്ര പോകുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാകാം വയനാട് വരെ എന്നെ കാറിൽ കൊണ്ടുപോയി തിരുവനന്തപുരം മുതൽ. വയനാടിൻ്റെ ഞങ്ങൾ അവിടെ ഇവിടെയാണ് താമസിച്ചത്, ഒരു റിസോർട്ടിൽ. വളരെ ഭംഗിയായിരുന്നു. എൻ്റെ ആ ഒരു ആവേശവും തിളപ്പും. പക്ഷേ എൻ്റെ പ്രധാന പ്രശ്നം, എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേറ്റ മൂശേട്ട മുഖം. അപ്പം ഞാൻ തോന്നും എന്തിനാ ട്രിപ്പ് വന്നതെന്ന്. പക്ഷേ ഇച്ചിരി വേറെ കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ടിങ് ട്രബിൾ മാറിയാൽ ഞാൻ ജില്ല സെറ്റ്. അവിടെ ആ 900 കണ്ടി ആ റിസോർട്ടിൽ നിന്ന് നമുക്കൊരു ജീപ്പിലൊരു ട്രക്കിംഗ് നടന്നു പോകുന്നതല്ല, ജീപ്പിലൊരു യാത്രയുണ്ട്. സൂപ്പർ യാത്ര, അടിപൊളി. അതാണ് അതിനകത്ത് ഏറ്റവും ത്രില്ലിങ് പാട്ട്. പിന്നെ അവരുടേതായ കുറേ ആക്ടിവിറ്റീസും അവിടുത്തെ ആ റിസോർട്ടിലെ ഫുഡും. ശരിക്കും ഫോണിന് റേഞ്ചോ അങ്ങനെയുള്ള യാതൊരുവിധ സാങ്കേതിക വിദ്യകളും ഒന്നുമില്ല. എല്ലാം നമ്മൾ വളരെ നാച്ചുറലായിട്ട് രാത്രിയിൽ ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട്. പക്ഷെ പ്രധാന പ്രശ്നം, ഈ ക്യാമ്പ് ഫയറിൽ ഞാനും ഇവനും മാത്രമേ ഉള്ളൂ ഈ 30 കഴിഞ്ഞ വസന്തങ്ങൾ. ബാക്കി എല്ലാവരും കൊച്ചു ചെറുക്കന്മാരും പെൺപിള്ളേരും ഒക്കെയാണ്. ആൽഫ ബീറ്റ ഗാമ ജനറേഷൻ. ഞങ്ങൾ ഏതോ പ്രാചീന ഗോത്രത്തിൽ നിന്ന് വന്ന കണക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൈബ് പിടിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ച് ഇടയ്ക്ക് കഴിഞ്ഞപ്പോൾ കിതപ്പും വിറപ്പും ഒക്കെയാണ്. ഇതാണ് ഞാൻ നേരത്തെ ആദ്യമേ നിങ്ങളോട് മെൻഷൻ ചെയ്തില്ലേ, ഒരു സൈക്കോ സ്വഭാവം ഇവനുണ്ട് എന്ന്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പലതിലും കേൾപ്പിക്കുന്നത്. ഇതിൽ കയറ്റി ഞാൻ ഇവനോടാവെന്ന് പറഞ്ഞടാ എനിക്ക് ഇറങ്ങണോടാ, കേട്ടില്ല. എനിക്ക് ഉയരം കൂടുന്തോറും എനിക്ക് പ്രശ്നമുള്ളതാണ്. എൻ്റെ അലർച്ച കേട്ട് ചിരിക്കാനുള്ള അവൻ്റെ ആ ഒരു മനസ്സ്. ഇതിൻ്റെ ശരിക്കുള്ള ഓഡിയോ എൻ്റെ ഇടയ്ക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഒന്ന് കേൾപ്പിക്കാം നിങ്ങളെ. ഞാൻ അമ്മേ എന്ന് സുരാജ് നിലവിളിച്ച പോലെ അതിൻ്റെ മണ്ടയ്ക്കിരുന്ന് എന്നെ രക്ഷിക്കേ എന്നും പറഞ്ഞ് നിലവിളിച്ച്. ആ സമയത്ത് ഇവൻ്റെ ഭ്രാന്തമായ ഒരു ചിരിയുണ്ട്. ഈ ചിരി കേട്ടിട്ടാകാൻ താഴെ നിൽക്കുന്നവർ കൂവിച്ചിരിക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവനെ കണക്ക് തന്നെ ഭാര്യമാരുടെ കരച്ചിലെ കേട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന കുറേ ഭർത്താക്കന്മാരെ ആ കൂട്ടത്തിലുണ്ടെന്ന്. എന്നെ കേട്ടിയേണ്ട ആവേശത്തിലായിരിക്കാം കുറേ പേര് ഭാര്യമാരെ വിളിച്ചുകൊണ്ട് വന്ന് ഈ ഒരു കരച്ചിൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതോടുകൂടി എനിക്ക് മനസ്സിലായി ഇവൻ ഒറ്റയ്ക്കല്ല, ഇവന് വലിയൊരു ഗ്യാങ് തന്നെ പിന്നിലുണ്ടെന്ന്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നല്ലതാണ്, അവരുടെ ആ ഒരു വ്യൂ. ഇതൊക്കെയാ സ്വർഗം. നമ്മൾ ശരിക്കും ജീവിച്ച് കുറേ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ നമ്മൾ എത്ര വൈകിയാലും ചിലതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ നടുവൊടിഞ്ഞ് വീട്ടിൽ വന്ന്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.